എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇത് കുറേ ആയി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു ചെയ്യാനും. അപ്പോൾ എൻ്റെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. വീട്ടിൽ രാവിലെ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എടുത്താൽ എൻ്റെ പണികൾ അവിടെ ബാക്കിയാവും. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ണൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കണ്ണൻ എണീറ്റതേ ഉള്ളൂ. അപ്പോൾ ഉറക്കപ്പിച്ചിലാണ് ആളുള്ളത്. അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉറക്കപ്പിച്ചിൽ ഞാനിങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുവരുമ്പോൾ ആൾ ഭയങ്കര വയലൻ്റ് ആകുന്നുണ്ട്. ഇനി അവൻ്റെ മൂഡൊന്ന് മാറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് എനിക്ക് റൂമിലെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണന് ഞാൻ അവൻ്റെ ഡ്രസ്സുള്ള ഒരു ബാസ്ക്കറ്റൊക്കെ കളിക്കാൻ കൊടുത്തിട്ട് പുതപ്പ് മടക്കി വെക്കാണ്. അപ്പോൾ കുറച്ച് സമയം അവന് ബാസ്ക്കറ്റിലെ തുണിയൊക്കെ വലിച്ചാടി കളിക്കും കേട്ടോ. പിന്നെ അതൊക്കെ വീണ്ടും എടുത്തു വയ്ക്കേണ്ട ജോലി എനിക്കാണ്. എന്നാലും സാറില്ല, അവന് കുറച്ച് സമയം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് എനിക്ക് പുതപ്പൊക്കെ മടക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ രണ്ടാമതാണ് എണീറ്റിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മടക്കി വെക്കുന്നത്. എണീച്ച ഉടനെ മടക്കി വെച്ചാൽ കണ്ണിന് ചെറിയൊരു സൗണ്ട് കേട്ട് എണീക്കും. അപ്പോൾ എനിക്ക് രാവിലത്തെ പണികളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെയാണ് ഞാൻ പുതപ്പൊക്കെ മടക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ പുതപ്പ് മടക്കി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ കണ്ണിനിപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണ കണ്ണ കള്ള അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കർട്ടനൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ രാത്രി കുംഭകർണനെ പോലെ ഉറങ്ങുന്നത്. അപ്പോൾ റൂമിലേക്ക് ഇപ്പോൾ ഒരു നല്ല വെളിച്ചം വരും. അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. ഇപ്പം ഞാൻ കണ്ണനെയും കൊണ്ട് താഴേക്ക് പോവാം കേട്ടോ. ഞങ്ങളുടെ റൂം മുകളിലാണ്. അപ്പോൾ താഴേക്ക് കൊണ്ടുപോയിട്ട് അവന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ബ്രഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇവന് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഇവന് കൊടുത്താൽ മാത്രമേ എനിക്ക് ഫുഡ് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അവന് കൊടുക്കുന്നത് ഇഡലിയാണ്. ഞാനിപ്പോൾ കുറുക്കൊക്കെ നിർത്തി, ഭാവിക്ക് കുറുക്ക് കൊടുക്കുന്നതൊക്കെ നിർത്തി. അപ്പോൾ ഇഡലിയും പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഉടച്ചിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാതൊക്കെ ഇരിക്കും കേട്ടോ. പക്ഷേ എപ്പോഴും ഒന്നും തന്നെ ഞാൻ കൊടുക്കാറില്ല. ചിലപ്പോൾ ദോശ കൊടുക്കും, അല്ലെങ്കിൽ ഓട്ടുപ്പിള കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഞാൻ ഫീഡിങ് ബോട്ടിൽ ചൂടുവെള്ളമൊക്കെ നിറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ണന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ അവനെ ബാക്കറിലൊക്കെ ഇരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. മുമ്പ് ഞാൻ കാലുമ്മൊക്കെ കിടത്തിയിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മുമ്പ് വലുതായില്ലേ. ഇപ്പോൾ അവനെ കാലുമ്മൊക്കെ കിടത്തുമ്പോൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ബാക്കറിലൊക്കെ ഇരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കയ്യിലൊക്കെ കൊടുത്താൽ അവന് ഫുഡ് കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ അവന് ചണ്ടമാമൻ, അവൻ്റെ ഫേവറേറ്റ് കളിപ്പാട്ടം ചണ്ടമാമനാണ്. അത് ഞാൻ കൊടുത്തിട്ട് അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. കണ്ടാ മമ്മ. അങ്ങനെ കണ്ണൻ്റെ വയറ് നിറച്ച് ഇനി ഞാനും രാവിലേട്ടനും ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇഡലിയും സാമ്പാറും പിന്നെ ഇത് സ്പെഷ്യലാണ്, ഇത് മട്ടൻ കറിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി മട്ടൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു മട്ടൻ കറി അച്ഛനായിട്ട് ഉണ്ടാക്കിയത്. അച്ഛന് നന്നായിട്ട് മട്ടൻ കറിയും ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ വേണ്ടവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പാലിട്ടതല്ല, പാൽപ്പൊടി ഇട്ട ചായയാണ് കുടിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കഫം വരും. അതുകൊണ്ട് ഞാൻ നിർത്തി, പാൽ ഇടാതെ പാൽപ്പൊടി ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ പാൽ കൂട്ടി ചായ കുടിക്കും കേട്ടോ. അതെന്താ വെച്ചാൽ അവിടെ പാൽപ്പൊടി മേടിക്കാറില്ല. അപ്പോൾ എനിക്ക് കട്ടൻ ചായ കുടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ രാവിലെയൊക്കെ പാൽപ്പൊടിയൊക്കെ അല്ലെങ്കിൽ പാലൊക്കെ ഇട്ട് ചായ കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ കഫം കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പാലൊക്കെ നിർത്തിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട്
കണ്ണനെ ഞാൻ വാക്കറിലിരുത്തിയിട്ട് പുറത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ കണ്ണൻ കുറച്ച് സമയം അവിടെ കളിച്ചോളും. ഇപ്പോൾ വയറ് നിറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ കുഞ്ഞിനെ കിടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് കുറച്ച് സമയം അവന് വാക്കറിലൊക്കെ കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിന്നിട്ട് അവൻ്റെതായ ഒരു ലോകത്തേക്ക് നിന്നോളൂ. ആ സമയം കൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. കുറച്ച് സമയം വാക്കറിലൊക്കെ ഇരുത്തിയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര മടി, അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഓനെയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കോഴിയും കാക്കയും പൂച്ചയൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓന് ഇപ്പോൾ കോഴി എന്നൊക്കെ പറയാൻ പഠിച്ചോട്ടോ. കോഴി, അതേപോലെ പശുവിനെ അമ്പാന്നും അല്ലെങ്കിൽ പൂച്ച അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കേൾക്കാൻ തന്നെ പ്രത്യേക ഒരു സുഖമാണ്, അമ്മമാർക്ക് പ്രത്യേക ഒരു സുഖമാണ് അത് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ അതേ കുറേ കോഴികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോഴികളുടെ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ഛനും രാഹുലേട്ടനും ഭയങ്കര ബിസിയാണ്. രാഹുലേട്ടൻ ഇപ്പോൾ തെങ്ങിൽ കയറുകയാണ്. അപ്പോൾ അച്ഛൻ തേങ്ങയൊക്കെ പറക്കി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ജിമ്മിയാണ്, നാടൻ പട്ടിയാണ്. അപ്പോൾ ഇത് നല്ല ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 പട്ടികളുണ്ട്. അപ്പോൾ ഒന്ന് റോഡ് വീലറും ഒരു നാടൻ പട്ടിയാണ്. ഇത് നല്ല ഫ്രണ്ട്ലി ആട്ടോ. ഇനി കണ്ണനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ അവൻ്റെ ക്ലോത്ത് ഡയപ്പറും പിന്നെ ബനിയനും പിന്നെ കൺമഷി പിന്നെ വൈറ്റമിൻ്റെ സിറപ്പ്, ബേബി ലോഷൻ, പൊടിമൈ, പൗഡർ ഇതൊക്കെ എടുത്ത് വെക്കാണ്. പൗഡർ ഞാൻ ഡയപ്പർ ഇടുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗത്ത് ഉപയോഗിക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവൻ്റെ കരിവള പൊട്ടി, അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് വെക്കാണ്. അപ്പോൾ കണ്ണനെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി കണ്ണനെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ കണ്ണൻ്റെ കയ്യിൽ കൺമശിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ പിടിച്ചാൽ ഇപ്പോൾ നിൽക്കുന്നില്ല, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ അവൻ നിൽക്കും. അപ്പോൾ ഇനി കണ്ണനെ റെഡിയാക്കണം. സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് കാണാം കേട്ടോ. കണ്ണന് ഞാൻ രാവിലെയൊക്കെ ഇങ്ങനത്തെ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റാണ്, നമുക്ക് ഡയപ്പർ റാഷസ് ഒന്നും വരില്ല, കുഞ്ഞിക്ക് ഡയപ്പർ റാഷസ് ഒന്നും വരില്ല. അപ്പോൾ ഇത് സൂപ്പർ ബോട്ടമിൻ്റെ ബേസിക്കാണ്. ഇത് നല്ലതാട്ടോ. ഒരു 7 മണിക്കൂറെങ്കിലും ഇത് യൂറിനൊന്നും പുറത്ത് വരാതെ നിൽക്കും. ഇത് ഞാൻ കണ്ണന് 3 മാസം ആകുമ്പോൾ തന്നെ മേടിച്ചതാണ്. ഇപ്പോൾ കണ്ണന് 11 മാസം ആവാനായി. അപ്പോൾ നല്ലതാണിത്. ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുടുക്കുണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ 2 ലെയറായിട്ട് നിൽക്കും. പിന്നെ ഇതിനുള്ളിൽ ഇടേണ്ട വേറൊരു സംഭവം കൂടിയുണ്ട്. പിന്നെ ഇത് പുറത്തിടേണ്ടതാണ്. ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടണിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇതിടേണ്ടത്. അങ്ങനെ കണ്ണന് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, പൊടിമയൊക്കെ എഴുതി, ക്ലോത്ത് ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തു, വളയൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. പക്ഷെ ഒരു വള അവൻ പൊട്ടിച്ചു. അവന് ഞാൻ കുറേ വള മേടിച്ചിരുന്നു, കുറേ വള ഇട്ട് കൊടുത്തിരുന്നു, പക്ഷെ എല്ലാം പൊട്ടിച്ചു. ഇപ്പോൾ 2-3 ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഇട്ട് കൊടുക്കാൻ അയച്ചു. ഇതിപ്പോൾ എന്നോ നാളായിട്ടൊക്കെ പൊട്ടിക്കും. എന്നാലും സാറില്ല, കുഞ്ഞിക്ക് കരിവള കാണുമ്പോൾ, കയ്യിൽ കരിവള കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇനി എനിക്ക് കണ്ണന് വൈറ്റമിൻ്റെ മരുന്നും കൂടി കൊടുക്കണം. അതും കൂടി കൊടുത്തിട്ട് അവനെ ഞാൻ ഉറക്കും. എന്നിട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ചെയ്യണം. കണ്ണനിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് നനക്കാനൊക്കെ ഉണ്ട്, തുണിയൊക്കെ നനക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കണ്ണൻ 1 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങും കേട്ടോ. കുളിച്ചതിന് ശേഷം കണ്ണൻ 1 മണിക്കൂർ ഉറങ്ങും. ആ സമയം കൊണ്ട് എൻ്റേതായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തേ പറ്റൂ. കണ്ണൻ എണീച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓൻ്റേതായ ലോകത്ത് ഞാൻ നിൽക്കണം. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും എൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി തുണികളൊക്കെ നനക്കണം. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുപാട് തുണികൾ നനക്കുന്നുണ്ടെന്ന്. ഇത് ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണിന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലാണ് ഇടാറുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നനക്കാറുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഒരുപാടുണ്ടല്ലോ, നിന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ബെഡ്ഷീറ്റൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ നനച്ചോളൂ, അത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രഷ് വായു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റും തെങ്ങിൻ തോപ്പുകളും പിന്നെ മരങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വേണ്ടവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ണാ അണ്ണാ നോക്കിയതാ പോക്കിരി പോക്കിരി എൻ്റെ മോൻ എന്താക്കണേ.
എൻ്റെ മോൻ എന്താക്കണേ? അവൻ്റെ പൊന്നേട്ട എന്താക്കണേ? ഏ കള്ള ആമിര് കണ്ണ നീയാ കാക്കാന്ന് കാക്ക കാക്ക കുഞ്ഞുമ്മ പറഞ്ഞേ കണ്ണാ വണ്ടി ഓടിച്ചേ വണ്ടി. അങ്ങനെ കണ്ണനെ എണീച്ചു. കണ്ണനെ ഞാനിപ്പോൾ വാക്കറിൽ എഴുത്തിയിട്ടുണ്ട്. ഇനി ഓനുള്ള ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഓന് കൊടുക്കുന്നത് മത്തങ്ങയും ഉരുളക്കിഴങ്ങും വേവിച്ചതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മത്തങ്ങ ഉരുളക്കിഴങ്ങും വേവിച്ചതാണ്. അത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലപ്പോൾ ബീട്രൂട്ട് കൊടുക്കും, അല്ലെങ്കിൽ ക്യാരറ്റ് കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മത്തനും ഉരുളക്കിഴങ്ങാണ് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് നല്ലതാട്ടോ. ഓരോരോ വെജിറ്റബിൾസും നമ്മളിങ്ങനെ വേവിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, 1ാമത്തെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാനും രാവിലേട്ടനും അങ്ങോട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ, തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കേക്ക് മുറിക്കലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ സമയം പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയിരുന്നില്ല. കണ്ണൻ കുറച്ച് അലമ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോവാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിന് തൊട്ടപ്പുറം തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ ചെറിയൊരു പാലത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീടും അവരുടെ വീടും തമ്മിൽ. അപ്പം അവിടുത്തെ ഇവക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. കൺമണി എന്നാണ് വിളിക്കുന്നത്. കണ്ണനെക്കാളും 1 മാസം മൂത്തതാണ് ഇവക്കുട്ടി. അപ്പം ഞങ്ങൾ അവിടെ എത്തി കുറച്ച് സമയം അവരോട് സംസാരിച്ച് ഞങ്ങൾ കേക്ക് മുറിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോയിരുന്നത്. കുഞ്ഞാവയ്ക്കുള്ളവർക്ക് അറിയാവുന്നതാണ്, നമുക്ക് കൃത്യസമയത്ത് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ട്, അതേപോലെ തന്നെ സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അവിടെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഞാൻ ഇതിൽ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കണ്ണനെ കൊണ്ടുപോയില്ല കേട്ടോ. കണ്ണൻ നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ണൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് കണ്ണനെ കൊണ്ടുപോയില്ല. കണ്ണനെ അമ്മേരെ ഒന്നിച്ചാക്കിയിട്ട് നമ്മൾ കല്യാണം പിറന്നാളിന് പോയി. അപ്പോൾ നല്ല ഫുഡായിരുന്നു, ബിരിയാണി ആയിരുന്നു, പിന്നെ പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അധികം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ അവിടെ എത്തിയ പിന്നെ ബ്ലബ്ലബ ആയിരുന്നു. കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേര് കൺമണി എന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് ഇവാൻ എന്നാണ്. നമ്മുടെ കണ്ണൻ്റെ ശരിക്കുള്ള പേര് ഇവാൻ കൃഷ്ണ എന്നാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കണ്ണൻ്റെ ശരിക്കുള്ള പേരെന്താന്ന്. ഇവാൻ കൃഷ്ണ എന്നാണ്. അപ്പോൾ കണ്ണൻ്റെ ബർത്ത്ഡേ ആവാനായി കേട്ടോ. ഫെബ്രുവരി 23-നാണ് കണ്ണൻ്റെ ബർത്ത്ഡേ. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നോക്കട്ടെ, ആ സമയത്ത് നമുക്ക് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ദിവസം വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞോട്ടെ. ഇപ്പം നല്ല ചൂടാണ്. നമ്മൾ ഒന്നാമത് ബിരിയാണിയൊക്കെ കഴിച്ചതല്ല, അതിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാവിലേട്ടൻ സർബത്ത് ഉണ്ടാക്കുകയാണ്, ചെറുനാരങ്ങ കൊണ്ട് സർബത്ത് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീലാണ് കിട്ടുന്നത്, നല്ല സുഖമാണ്. ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ പള്ളി ഉറക്കമാണ്. അപ്പോൾ അതേ കണ്ണൻ നല്ല ഉറക്കമാണ്. ഇനി എനിക്കും കൂടി ഉറങ്ങണം. ഞാൻ മുമ്പ് അങ്ങനെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല കേട്ടോ. പക്ഷേ പ്രസവിച്ചതിന് ശേഷം ഞാനിപ്പോൾ നല്ല രീതിയിൽ കുംഭകർണനാകുന്നുണ്ട്. അപ്പോൾ അതേ കണ്ണൻ നല്ല ഉറക്കമാണ്. ആ സമയം എനിക്കും നല്ല രീതിയിൽ ഉറങ്ങണം. അപ്പോൾ കണ്ണൻ എണീച്ചതിന് ശേഷം ഞാനിപ്പോൾ കണ്ണന് നേരത്തെ വെജിറ്റബിൾസ് വേവിച്ചില്ല, അതാണ് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങും മത്തനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവനുള്ള ഈവനിങ് സ്നാക്ക് ഇതാണ്. കണ്ണ കണ്ണ ഏ കണ്ണ അപ്പോൾ ഞാൻ കണ്ണന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നു. ഇനി എനിക്ക് ചായ കുടിക്കണം കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 6:45 ഇതുവരെയായിട്ട് ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ ഇപ്പോൾ കണ്ണന് ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ഒരു ടൈം കിട്ടുന്നില്ല. ഞാൻ എപ്പോഴാണ് ചായ കുടിക്കുക, എപ്പോഴാണ് ചോറ് കഴിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഓൻ്റെ കാര്യമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഓൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി എന്താ പറയുക, താഴെ പോയിട്ട് ചായ കുടിക്കണം. ഞാനിപ്പോൾ എൻ്റെ റൂമിലാട്ടോ ഉള്ളത്. ഞങ്ങളുടെ റൂം മുകളിലാണ്. ഇപ്പോൾ സമയം 8:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ കണ്ണനുള്ള ഭക്ഷണം റെഡിയാക്കണം, രാത്രിയുള്ള ഭക്ഷണം റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ കണ്ണന് രാത്രി കൊടുക്കുന്നത് പുഴുങ്ങിയ പഴമാണ്.
ഞാൻ ഇതുവരെ കണ്ണന് ചോറും വെജിറ്റബിൾസ് ഇങ്ങനെ ഉടച്ചിട്ടാണ് അവന് രാത്രിയൊക്കെ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവൻ അങ്ങനെ തിന്നുന്നില്ല. അപ്പോൾ വിചാരിക്കുന്ന ഇത് കൊടുക്കാമെന്ന്. വൈകുന്നേരം ഞാൻ വെജിറ്റബിൾസ് ഉടച്ചതല്ല കൊടുത്തത്, അപ്പോൾ രാത്രി ഇപ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് അവൻ തിന്നില്ല കേട്ടോ, ബാക്കി ഞാൻ തിന്നും. കണ്ണാ 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 അമ്മണു അമ്മന് നമുക്ക് അപ്പിച്ച് തിന്നാ, മാമൻ തിന്നാ. ഇത് നോക്കിയതാ മാമൻ തിന്നാ. അയ്യോ എന്നോട് ചൊടിച്ചിന് കണ്ണൻ. അമ്മനോട് മിണ്ടുന്നില്ല കണ്ണൻ. അമ്മനെ വേണ്ട കണ്ണന്. കണ്ണൻ ഇപ്പൊ ഭയങ്കര ബിസി. അപ്പൊ നമുക്ക് മാമൻ തിന്നല്ല കണ്ണാ. മാമൻ തിന്നിട്ട് കാണാ. അങ്ങനെ കണ്ണന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഫുഡിൻ്റെ ടൈമാണ്. അപ്പോൾ ഇന്ന് ചോറിന് മത്തിച്ചാറും മത്തി ഉരുക്കിയതും മട്ടൻ കറിയൊക്കെയാണ്. ഇന്ന് മൊത്തം നോൺ വെജ് മയാണ്. അപ്പോൾ ഞാൻ മുമ്പ് മത്തിയൊന്നും അങ്ങനെ കൂട്ടാറില്ലായിരുന്നു. മത്തി ഫ്രൈ ഒക്കെ കൂട്ടും, പക്ഷേ മത്തിച്ചാറോ മത്തി ഉരുക്കിയതോ അങ്ങനെയൊന്നും കൂട്ടാറില്ലായിരുന്നു. പക്ഷേ പ്രസവിച്ചതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മത്തി കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനേക്കാളും എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്താണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മത്തി കഴിക്കാറുണ്ട്. മത്തി കഴിച്ചാൽ മാത്രമേ ഓനുള്ള പാൽ എനിക്ക് ഉണ്ടാവുള്ളൂ, ഓനുള്ള മുലപ്പാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല രീതിയിൽ മത്തി കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൻ്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. ഓൻ്റെ ഹെൽത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അമ്മേരെ കണ്ണ, അമ്മേരെ കുഞ്ഞു മോനെ, അക്കരെ മോനെ, ഏ കള്ളവിടുക കുഞ്ഞിമോനെ, അമ്മേരെ പൊന്നട്ടെ, എന്നെ പൊന്നട്ടൊത്തു. ഷൂല് കളിക്കുന്ന കണ്ണൻ ഷൂല് കളിക്കുന്ന കണ്ണപ്പ, ഐ ലവ് യു കുഞ്ഞിമോനെ. ഇത് പറഞ്ഞ കുഞ്ഞിമോൻ. അമ്മ പഞ്ഞേ, അമ്പേല അമ്മ. ആ കാക്ക കാക്ക പറഞ്ഞേ. കാക്ക കുഞ്ഞിമോനെ നോക്കി. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഉറങ്ങണം. പക്ഷേ കണ്ണൻ ഉറങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ണൻ ഏത് സമയത്താണ് ഉറങ്ങുന്നതെന്ന് കണ്ണന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ണൻ നല്ല കളിയിലാണ്. ഞാൻ വീണ്ടും ഒരു ബാസ്ക്കറ്റ് കൊടുത്തോട്ടെ. ബാസ്ക്കറ്റ് കൊടുത്തു കുറച്ച് സമയം കളിക്കും. പിന്നെ ഉറക്കം വരുമ്പോൾ കണ്ണും മുഖമൊക്കെ ഇങ്ങനെ മാന്തും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ അവന് ഉറക്കം വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് വേറെ വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഒന്നാമത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള മെയിൻ എന്താ പറയുക ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് നടക്കണം. നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും ക്യാമറ എടുത്ത് നടക്കണം. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റാത്തതിനുള്ള മെയിൻ കാരണം അതാണ്. പിന്നെ ഇന്ന് ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് എനിക്ക് ക്യാമറയും കൊണ്ട് പോവുക, ഇത് ബട്ടൺ ഞെക്ക, ക്യാമറ ബട്ടൺ ഞെക്ക, പിന്നെ അത് ഓഫ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര അലമ്പാണ്. അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി കണ്ണന് ഉറങ്ങാൻ തോന്നിയാൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഉറങ്ങും, ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉറങ്ങും. അപ്പോൾ കുറച്ച് സമയം കണ്ണൻ കളിക്കട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് കമൻറ്റ്സ് ഒക്കെ വായിക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.